ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഡെസ്നി കുട്ടിയെ കളിപ്പിച്ചാലോ. അപ്പം ഡെസ്നി കുട്ടി ഇന്ന് മുഴുവൻ മണ്ണിനകത്ത് കളിക്കുമായിരുന്നേ. അപ്പം മുഖത്ത് നിറച്ചും ചെളിയ. ഏതായാലും ഇന്ന് കുളിപ്പിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഡെസ്നി കുട്ടി ഇപ്പം അങ്ങോട്ട് കുളിപ്പിച്ചേക്കാന്ന് കരുതിട്ടോ. അപ്പം നമുക്ക് ഡെസ്നി കുട്ടിയെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി മുമ്പ് ചൂണ്ടായിട്ടുണ്ടായിരുന്നേ. മീൻ വല്ലതും കൊത്തിയെന്ന് നോക്കാം. ഡെസ്നി കുട്ടി ഇച്ചിരി നേരം വെള്ളത്തിൽ കിടന്ന് നീന്തി കുടിക്കട്ടെ. ഗൈസ് കൊത്തി. ഗൈസ് നമ്മളുടെ ഗോൾഡ് ഫിഷൻ കൊത്തി. ഗോൾഡ് ഫിഷൻ അല്ല, ഗോൾഡ് ഫിഷ് കൊത്തി. കൊള്ളാലോ, ഉച്ചക്കത്തേന് കറി വെക്കാലോ. അതെ, നമുക്ക് ഉച്ചക്കത്തേക്ക് കറി വെച്ചിട്ട് കറി വെക്കുന്നതിന് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, മീൻകുട്ട അവിടെ കിടന്നോ. ഇനിയുണ്ടോ നോക്കിയ മീന്? ഇനി അങ്ങനെ മീനില്ല. ഇല്ലേ? നമുക്ക് നോക്കാം. വല്ലപ്പോഴൊക്കെ കിട്ടിയാലോ. ഡെസ്നി കുട്ടി വെള്ളത്തിൽ കിടന്ന് മുങ്ങി ചാവാതിരുന്നാ മതിയായിരുന്നു. മതിയുടെ അവിടെ കിടന്നത്. ഇനി നിന്റെ മുഖത്ത് ബോഡി വാഷ് ഇട്ടിട്ട് നല്ല സുന്ദരി കുട്ടിയാക്കി തരാം കേട്ടോ. അപ്പൊ നമുക്ക് ബോഡി വാഷ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്കാണല്ലോ മുഴുവൻ പോകുന്നത്. വെള്ളത്തിനകത്തേക്ക് ഇട്ടാലേ കുഞ്ഞു ഉച്ചല്ലേ, അവൾ എന്ത് ചെയ്യും? ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കുന്നു. അവള് ചത്തുപോകും. അയ്യോ, നീന്തൽ അറിയാതെ വച്ചല്ലേ, ചത്തു പോകത്തില്ല. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നമില്ല. മീൻ വല്ലതും ഉണ്ടോന്ന് പോയി ദൂരാകാശത്തിൽ പോയി നോക്കിയിട്ട് വരട്ടെ. വെള്ളത്തിൽ ഇടുമ്പോൾ എന്തോ ഒരു പ്രത്യേക കളറുണ്ട് അല്ലേ? എന്തോ ഒരു സാൻഡൽ കളർ. നമുക്ക് അപ്പം ഇവളുടെ ചെവി പോലെ ഇരിക്കുന്ന മുടിയെ പിടിച്ച് പോക്കാം. ചെവി പോലെ ഇരിക്കുന്ന മുടി വെള്ളത്തിൽ കിടക്കുമ്പോൾ ഈ ബ്രൈറ്റ്നെസ് ഒക്കെ ഉള്ളൂ. തിരിച്ചെടുത്താൽ എല്ലാം പോയി. നമുക്ക് എങ്കിൽ പിന്നെ വെള്ളത്തിലേക്ക് ബോഡി വാഷ് ഇട്ട് കൊടുക്കാം അല്ലേ? നമുക്ക് വെള്ളത്തിനകത്തേക്ക് ബോഡി വാഷ് ഇട്ടിട്ട് ഇച്ചിരി അങ്ങോട്ട് വളർത്തിച്ച് കൊടുക്കാം. തന്നെ വെള്ളത്തിൽ കിടന്നാൽ ഇങ്ങനെ കൈ വെച്ചാൽ കിടക്കുള്ളൂ. എന്നാ ഒരു കൊച്ചാ, വെള്ളത്തിൽ കിടന്നാൽ ഇങ്ങനെ കൈ വെച്ച ഒറ്റ ഇരിപ്പ. മരിയാമോളെ പോലെ തന്നെ. അയ്യോ, എനിക്ക് അത്ര ചിരി വരുന്നില്ലായിരുന്നു. ഇപ്പൊ കരയും. പിന്നെ കരഞ്ഞാലും നമുക്ക് അറിയത്തില്ലല്ലോ, വെള്ളത്തിലല്ലേ. ഗൈസ്, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടില് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാവകളൊക്കെ കാണുമല്ലേ? കിൻഡർ ജോയ് എന്നൊക്കെ കിട്ടിയേ. ഓക്കെ, ഇനി നമുക്ക് മുടിയൊക്കെ ബഡ്സ് വെച്ച് നമുക്ക് തൂത്ത് കൊടുക്കാം അല്ലേ? ഉച്ചി എന്തിയേ? കൊച്ചിൻ്റെ ഉച്ചി എന്തിയേ കൊച്ചേ? ഉച്ചിന്ന് വരെ കിട്ടി ഇത്രയും ചെളി. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കുളിച്ചിട്ടില്ലാന്ന്. അയ്യോ, എൻ്റെ ആ ചിരിപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കൈ കെട്ടി ഇത് ചെവി പോലെ ഇരിക്കുന്നു അല്ലേ? ഇങ്ങനെ ഒന്ന് ഒറ്റ മുടി. അവള് സുന്ദരിയാ. സുന്ദരിയൊക്കെ ആ കളറും കൂടെ ഒന്ന് മാറ്റി വിട്ടാ മതിയായിരുന്നു. ഓക്കെ, നമ്മുടെ കൊച്ചു സുന്ദരിയായിട്ടോ. ബഡ്സ് ഒക്കെ അത്യാവശ്യം വളഞ്ഞിട്ടുണ്ട്. അപ്പം ഇവള് നോക്കിയപ്പം ഒരു കുഞ്ഞു വെള്ളാരങ്കല്ല് പോലത്തെ എന്തോ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും വെള്ളാരങ്കല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ എൻ്റെ പൊന്നു ഡെസ്നി കുട്ടി, സോറി, നീ അവിടെ എണീറ്റിട്ടു. നീ അടുക്കണത്തിലേക്ക് നാടി ഇറങ്ങിയ ഞാൻ വല്ല മീനെ പിടിക്കട്ടെ. മീൻ വല്ലതും ഉണ്ടോ? മീൻ വല്ലതും ഉണ്ടോ? മീനുണ്ടോ? മീൻ പച്ചമീനുണ്ടോ? ചുവന്ന മീനുണ്ടോ? ഓറഞ്ച് മീനുണ്ടോ? കിട്ടി, ഒരു മീനോടെ കിട്ടി. കൊത്തി 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 ഉള്ള വെള്ളം മുഴുവൻ നമുക്ക് വായിന്ന് കളഞ്ഞു. ഉച്ചക്കത്തേനുള്ളതായി, നമുക്ക് രണ്ടുപേർക്കും ഉള്ളതായി. സത്യം. ഇനി എത്ര മീൻ കാണുന്നുണ്ടോ ദൈവത്തിനറിയാം. കൊത്തോ എൻ്റെ ദൈവമേ, കൊത്തണേ കൊത്ത്. ആരെങ്കിലും കൊത്ത. എല്ലാരും പൂണ്ട് ഉറക്കണല്ലോ. വീണ്ടും കൊത്തി. മരിയാമ്മളുടെ ഉടുപ്പിന്റെ കളർ തന്നെയാണല്ലോ കിട്ടിയേ. സത്യം, രണ്ടെണ്ണം അങ്ങനത്തെ കിട്ടി, ഇരട്ട കളർ. ഓക്കെ, അപ്പൊ നമുക്ക്
ഇത്ര മതിയല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് തോർത്തിയിട്ടും കൂടെ പോട്ടാ. 1 2 3 ഒരാളെ തൂക്കാനാ നമുക്ക്. അപ്പം ഇങ്ങനെ ഡയറക്റ്റ് തൂത്ത് കഴിഞ്ഞാൽ ശരിയാവുകയില്ല, ഇവിടെ ഓടും. അതുകൊണ്ട് ഓട്ടത്തിൽ ഫസ്റ്റ് വാങ്ങിച്ച ആളാണെന്ന് തോന്നുന്നു. ഭയങ്കര ഓട്ടമാണ്. അപ്പം നമുക്കിവിടെ തൊട്ടിലിനകത്തേക്ക് തുണി ഇറക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം തോർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.